പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു. യമനിലെ ഹൂതികൾക്ക് നേരെ യുഎസിന്റെയും ബ്രിട്ടന്റെയും സംയുക്ത വ്യോമാക്രമണം. യമൻ തലസ്ഥാനമായ സനായിലും തുറമുഖ നഗരമായ ഹൃദയദായിലും ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൂതികൾ ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾ ആക്രമിച്ചതിനുള്ള തിരിച്ചടിയെന്ന് വിശദീകരണം. 24 മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 112 പേരാണ്. 194 പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു. വിശദാംശങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു കൊട്ടാരക്കര, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പൊ നമുക്ക് വെരി ഗുഡ് മോർണിംഗ് ടൈം സോൺ ഡിഫറൻസ് ഇല്ലാതെ പറയാൻ പറ്റുമല്ലോ. ഈ ചെങ്കടലിൽ ഈ ട്രാഫിക് ബ്ലോക്ക് ഹൂതികൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസത്തോളം ആകുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച ആദ്യത്തെ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന്. പക്ഷെ അത് പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നു. ഈ ഇസ്രായേൽ ഹമാസ് സംഘർഷം ഈ പറയുന്നത് പോലെ മധ്യേഷ്യയിലേക്കൂടെ വ്യാപിക്കുന്നു എന്ന് പറയേണ്ടി വരുമോ? ഗുഡ് മോർണിംഗ് സ്മിത, ക്രിസ്റ്റീന. ഇത് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ചെങ്കടലിൽ നടത്തുന്ന ഒരു പോരാട്ടത്തിലപ്പുറം ലോക വാണിജ്യ മേഖലയെ തന്നെ പിടിച്ചു കുലുക്കുന്നതാണ്. ചെങ്കടലിൽ കൂടെ ഉള്ള ഈ ചരക്ക് ഗതാഗതത്തിന് എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ തെരഞ്ഞു പിടിച്ച് അമേരിക്ക ആക്രമണം തുടങ്ങി എന്ന വാർത്തകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അമേരിക്കയ്ക്കൊപ്പം ബ്രിട്ടീഷ് സൈന്യവും അവരെ ഒപ്പമുണ്ട്. ചെങ്കടലിലെ ചരക്ക് കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഹൂതികളെ ഇതാദ്യമായിട്ടാണ് യമനിലെ അവരുടെ ക്യാമ്പുകളൊക്കെ കണ്ടെത്തി ആക്രമിക്കുന്നത്. രാജ്യത്ത് ഉടനീളം സ്ഫോടനങ്ങൾ കണ്ടതായി ദൃക്സാക്ഷികളും പറയുന്നുണ്ട്. ആകാശമാർഗവും അതുപോലെ തന്നെ കപ്പലുകളും സബ്മറൈൻസും ഒക്കെ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം ഇന്നലെ രാത്രി നടന്നത്. വേണ്ടി വന്നാൽ ആക്രമണം കടുപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. സ്വതന്ത്ര സമുദ്ര ഗതാഗതത്തിന് തടസ്സം നിന്നാൽ അമേരിക്കയും സഖ്യകക്ഷികളും അത് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നുള്ള ഒരു സന്ദേശമായി ഇതിനെ കണ്ടാൽ മതിയെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ പറയുന്നത്. ചെങ്കടലിൽ ഈ ചരക്ക് ഗതാഗതം സ്തംഭിപ്പിക്കാനുള്ള ഹൂതികളുടെ മോഹത്തിന് കനത്ത പ്രഹരമാണ് ലഭിച്ചതെന്ന് ബ്രിട്ടീഷ് സൈനിക കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം സ്ഥിരീകരിച്ചുകൊണ്ട് UK പ്രധാനമന്ത്രി ഋഷി സുനാക്കും വന്നിട്ടുണ്ട്. ഈ കേന്ദ്രങ്ങൾ ആക്രമിച്ച് റോയൽ എയർഫോഴ്സ് ഉപയോഗിച്ച് ഇവരെ ആക്രമിച്ചതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ ആക്രമണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഹൂതികളുടെ പ്രസ്താവനയും വന്നിട്ടുണ്ട്. സ്മിത പറഞ്ഞതുപോലെ യമൻ്റെ തലസ്ഥാനമായ സന, അതുപോലെ സാദാ, ദമാർ, ഹെദേയ ഗവർണേറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ആക്രമണം ഇന്നലെ രാത്രി നടന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഒരുപക്ഷെ ഈ യുദ്ധം വ്യാപിക്കുന്നതിനുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ഇത് ആദ്യമായിട്ടാണ് ചെങ്കടൽ മേഖലയിൽ ഇത്ര വലിയ ഒരു ആക്രമണം നടക്കുന്നത്. ഹൂതികൾ ഇതുവരെ ഈ സമുദ്ര ഗതാഗതത്തിന് തടസ്സം നൽകിക്കൊണ്ട് 27 കപ്പലുകളാണ് ഇതുവരെ അവർ ആക്രമിച്ചത്. മൊത്തം ചരക്ക് ഗതാഗതത്തിൻ്റെ ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ 15% ഈ ചെങ്കടൽ വഴിയാണ് പോകുന്നതെന്ന് ഓർക്കണം സ്മിത, ക്രിസ്റ്റീന. ശരി മധു, അപ്പോൾ പശ്ചിമേഷ്യ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ സംഘർഷങ്ങളൊക്കെ അവസാനിക്കട്ടെ, സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ. താങ്ക് യു എന്നാണ് പോകുന്നത്. ന്യൂയോർക്കിൽ നിന്ന് വർഗീസ് എബ്രഹാം അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. മധുസാറിനെ കണ്ടതിൽ സന്തോഷം അറിയിക്കുന്നുണ്ട്. എന്നാ തിരികെ പോകുന്നത് ഞാൻ ചൊവ്വാഴ്ച മടങ്ങും സ്മിത. ഓക്കെ, അപ്പോൾ താങ്ക് യു.